نويت العمرة وأحرمت بها لله تعالى فتقبلها مني ويسرها لي يا رب العالمين. അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഉംറ ചെയ്യുവാൻ ഞാൻ കരുതി ഉംറയുടെ ഇഹ്റാമിൽ ഞാൻ പ്രവേശിക്കുകയും ചെയ്തിരിക്കും. അല്ലാഹുവേ, ഉംറയുടെ അമലുകൾ എനിക്ക് എളുപ്പമാക്കി തരികയും നീ സ്വീകരിക്കുകയും ചെയ്യണമേ. ലബ്ബൈക് അല്ലാഹുമ്മ ബിഉംറത്തിൻ ലബ്ബൈക് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക്. നമസ്കാരം. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിലെ ഹജ്ജ് ക്യാമ്പിൽ നിന്ന് തീർത്ഥാടകരുടെ പുണ്യഭൂമിയിലേക്കുള്ള പ്രയാണം ആരംഭിച്ചു. ഇന്നലെ 2 വിമാനങ്ങളിലായി 575 പേർ ജിദ്ദയിലെത്തി. ആദ്യ വിമാനത്തിൽ 289 തീർത്ഥാടകരാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ വൈകിട്ട് 5:55 സൗദി എയർലൈൻസിന്റെ SV3067 നമ്പർ വിമാനമാണ് തീർത്ഥാടകരെയും വഹിച്ചുകൊണ്ട് ആദ്യം പുറപ്പെട്ടത്. കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ ഹജ്ജ് വിമാനത്തിന്റെ ഫ്ളാഗ് ഓഫ് ചെയ്തു. 146 പുരുഷന്മാരും 143 സ്ത്രീകളുമാണ് ഈ വിമാനത്തിൽ പുറപ്പെട്ടത്. സൗദി സമയം രാത്രി 9:20 വിമാനം ജിദ്ദയിലെത്തി. രണ്ടാമത്തെ വിമാനം ഇന്നലെ രാത്രി 8:20 പുറപ്പെട്ടു. ഈ വിമാനത്തിൽ 146 പുരുഷന്മാരും 140 സ്ത്രീകളും അടക്കം 286 പേരാണ് യാത്രയായത്. ഉംറ കർമ്മത്തിനായി ഇഹ്റാം ചെയ്ത ശേഷം വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ആദ്യ വിമാനത്തിലേക്കുള്ള തീർത്ഥാടകർ ക്യാമ്പിൽ നിന്നും വിമാനത്താവളത്തിലേക്ക് തിരിച്ചത്. തീർത്ഥാടകരെ സൗദി എയർലൈൻസ് അധികൃതർ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ആദ്യ സംഘത്തോടൊപ്പം സേവനത്തിനായി എടത്തല പോലീസ് സ്റ്റേഷനിലെ സീനിയർ പോലീസ് ഓഫീസർ PM തൊൽഹത്താണ് യാത്രയായത്. ആദ്യ വിമാനത്തിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ അൻവർ സാദത്ത് MLA, ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, മെമ്പർമാരായ അഡ്വക്കേറ്റ് P മൊയ്തീൻകുട്ടി, MS അനസാജി, നൂർ മുഹമ്മദ് നൂർ ഷാ, അഷ്കർ കോറാട്, മുഹമ്മദ് റാഫി, ഷംസുദ്ദീൻ അരിഞ്ചിറ, മുഹമ്മദ് സക്കീർ, കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി CEO ഷാനവാസ് IAS, അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ K കൈക്കുഞ്ഞ്, ഹജ്ജ് സെൽ ഓഫീസർ Y ഷമീർ ഖാൻ, PK ഷഫീഖ്, ക്യാമ്പ് അസിസ്റ്റന്റ് TK സലിം, സിയാൽ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇന്നലെ വ്യവസായ മന്ത്രി P രാജീവാണ് ഹജ്ജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത്. അതേസമയം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും വനിതാ തീർത്ഥാടകർ മാത്രമായി ഇന്ന് പ്രത്യേക വിമാനം യാത്ര തിരിക്കും. രാത്രി 8:40 പുറപ്പെടുന്ന വിമാനത്തിലാണ് വനിതാ തീർത്ഥാടകർ മാത്രമുള്ളത്. SV3065 നമ്പർ സൗദി എയർലൈൻസ് വിമാനത്തിലാണ് വനിതകൾ മാത്രം യാത്ര തിരിക്കുന്നത്. അർദ്ധരാത്രി സൗദി പ്രാദേശിക സമയം 12:05 ഈ വിമാനം ജിദ്ദയിലെത്തും. 289 വനിതാ തീർത്ഥാടകരാണ് ഈ വിമാനത്തിൽ യാത്രയാകാൻ ഇന്നലെ ഹജ്ജ് ക്യാമ്പിൽ എത്തിയിട്ടുള്ളത്. ജ്യേഷ്ഠ സഹോദരൻ്റെ മകന് ക്യാൻസർ, അതിനുവേണ്ടി വിവാഹമെടുക്കാൻ ഏറ്റവും പ്രമുഖമായി തൊടുപുഴ കാരിക്കോട്. ഹജ്ജുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ.